എല്ലാവർക്കും പ്രമ്യാസ് ഫുഡ് മെസ്സിലേക്ക് സ്വാഗതം. നല്ല ഹെൽത്തി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് റാഗി പൗഡർ, 1/2 കപ്പ് കോൺ പൗഡർ, 1/2 കപ്പ് റവ, 1/2 കപ്പ് തൈര്, ഇവ 4ഉമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം തിക്നെസ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇതിനി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബാറ്ററായിട്ട് നമുക്ക് കിട്ടും. ഇനി ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത മിക്സ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി കട്ട് ചെയ്തെടുത്ത സവാള, ഇഞ്ചി, പച്ചമുളക്, ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ്, ചെറുതായി കട്ട് ചെയ്തെടുത്ത മല്ലി ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്താൽ മതി. അപ്പോഴും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിതിപ്പോഴും മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി കല്ല് വെച്ചിട്ടുണ്ട്. കല്ല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്ന കല്ലിലേക്ക് ഞാനിതിപ്പോൾ ഒരു ചെറിയ പീസ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. കുട്ടികൾക്ക് ബട്ടറൊക്കെ ചേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടും. ബട്ടർ മെൽട്ടായിട്ട് വന്നപ്പോൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഷേപ്പായിട്ട് കിട്ടില്ല. വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇത് ഷേപ്പായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ഒരു ഷേപ്പിലായിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് ബൺ ദോശ പോലെ പൊങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ ബേക്കിംഗ് സോഡയുടെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നല്ല ബൺ ദോശ പോലെ കിട്ടും. ഞാനിതിപ്പോൾ ഒരു പിഞ്ച് സോഫ്റ്റായി കിട്ടാൻ മാത്രമാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടും നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടും. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റാഗിയും കോണും റവയും കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല സോഫ്റ്റ് ദോശയാണ്. ഞാനിതിന് കഴിക്കാനായിട്ട് ഒരു തേങ്ങാ ചട്നി കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. ചട്നി ഇല്ലെങ്കിലും കൂടി ഇതിൽ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് ചൂടോടെ നമുക്ക് കഴിക്കാൻ പറ്റും. ചട്നി കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട്, കണ്ടു നോക്കുക. താങ്ക്